മോഹൻ മാജി ഒഡീഷ മുഖ്യമന്ത്രിയാകും. നിരീക്ഷകരായ രാജ്നാഥ് സിംഗ്, ഭൂപേന്ദ്ര യാദവ് എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രവതി പരിത, KV സിംഗ് എന്നിവർ ഉപമുഖ്യമന്ത്രിമാരും ആകും. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, ചർച്ചകളൊക്കെ തന്നെ എങ്ങനെ നടന്നു? മോഹൻ മാജിയിലേക്ക് എത്താനുള്ള ചർച്ചകൾ എങ്ങനെയായിരുന്നു? പ്രജേഷ്, ഏകകണ്ഠമായിട്ടുള്ള തീരുമാനം തന്നെയായിരുന്നു. ഇന്ന് ഭുവനേശ്വറിൽ നിയമസഭാ കക്ഷി നേതാവിനെ കണ്ടെത്താൻ വേണ്ടി തീരുമാനിക്കാൻ വേണ്ടി നിരീക്ഷകരായിട്ടുള്ള രാജ്നാഥ് സിംഗിൻ്റെയും ഭൂപേന്ദ്ര യാദവിൻ്റെയും അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആ യോഗത്തിൽ ഏകകണ്ഠമായി തന്നെയായിരുന്നു മോഹൻ മാജിയെ നിയുക്ത ഒഡീഷ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. നാളെ വൈകിട്ടാണ് സത്യപ്രതിജ്ഞ. അദ്ദേഹം 4 തവണ MLA ആയി വിജയിച്ച വ്യക്തിയാണ്. 2000-ൽ, 2004-ൽ, 2019-ൽ, ഒടുവിൽ ഇപ്പോൾ 2024-ൽ ഭൂരിപക്ഷം 11,511ആണ്. 24 വർഷം നീണ്ട BJDയുടെയും അതുപോലെ തന്നെ നവീൻ പട്നായിക്കിൻ്റെയും എല്ലാം ഒരു മുഖ്യമന്ത്രിയെ തുടർന്ന് ഒരു നീണ്ട ചരിത്രമുണ്ടായിരുന്നു. ആ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നിരിക്കുന്നത്. BJPയുടെ ഒഡീഷയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയാണ് എന്തായാലും മോഹൻ മാജി. അവിടുത്തെ പ്രധാനപ്പെട്ട പട്ടികവർഗ നേതാവാണ്. ഒപ്പം ഒരു ട്രൈബൽ ഫേസ് കൂടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ എത്തുന്ന സമയത്ത്. മുൻപ് 2005, 2009 കാലഘട്ടത്തിൽ അന്ന് BJP സഖ്യ സർക്കാർ ഒഡീഷയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ സർക്കാരിൻ്റെ ചീഫ് വിപ്പ് കൂടിയായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഈ മോഹൻ മാജി. എന്തായാലും നാളെ വൈകിട്ട് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം.